ഇന്ന് നടന്ന സൂപ്പർ എയ്റ്റിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. മികച്ച വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. സൂപ്പർ എയ്റ്റിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വിജയമാണിത്. ഇതോടുകൂടി ഇന്ത്യ സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇന്ത്യക്ക് ഓസീസുമായിട്ടാണ് കളിയുള്ളത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ബംഗ്ലാദേശ് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ഇന്ത്യയായിരുന്നു. പതിവ് പോലെ തന്നെ രോഹിത് ശർമ്മയും കോഹ്ലിയും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തു. ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളൊന്നും ഇന്ന് ഉണ്ടായിരുന്നില്ല. സഞ്ജുവും ജയ്സ്വാളും ഇന്നും പുറത്തു തന്നെയായിരുന്നു. ഇന്ന് ഇന്ത്യക്ക് നല്ലൊരു തുടക്കമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കോഹ്ലിയും രോഹിത് ശർമ്മയും അടിച്ചു കളിച്ചു. തുടക്കത്തിലെ സ്പിന്നേഴ്സിനെ കൊണ്ടുവന്നതാണ് ബംഗ്ലാദേശ് ചെയ്ത വലിയ മണ്ടത്തരം. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നല്ല സ്കോർ നേടാൻ സാധിച്ചു. പിന്നീട് മൂന്നാം ഓവറിൽ ഇന്ത്യയുടെ ആദ്യത്തെ വിക്കറ്റ് പോയി. രോഹിത് ശർമ്മ 23 റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ കോഹ്ലി ഒരുക്കമല്ലായിരുന്നു. കോഹ്ലിയും ഋഷഭ് പന്തും ചേർന്ന് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. രണ്ടുപേരും ഇന്ന് നല്ല കളി കാഴ്ചവെച്ചു. പിന്നീട് കോഹ്ലി 37 റൺസിൽ ഔട്ടായി. ഋഷഭ് പന്ത് 36 റൺസിലും. പിന്നെ ഇന്ത്യയുടെ പ്രതീക്ഷ സൂര്യയിലായിരുന്നു. എന്നാൽ സൂര്യ വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 6 റൺസ് മാത്രമാണ് സൂര്യ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചത് ശിവൻ ദൂബെയും ഹാർദിക് പാണ്ഡ്യയുമായിരുന്നു. രണ്ടുപേരും നല്ല കളി കാഴ്ചവെച്ചു. ശിവൻ ദൂബെ അടിച്ചു കളിച്ചു. എന്നാൽ പിന്നീട് ശിവൻ ദൂബെ ഔട്ടായി മടങ്ങി. അതിനുശേഷം ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യക്ക് നല്ല സ്കോർ സമ്മാനിച്ചത്. പാണ്ഡ്യ ഇന്ന് 50 അടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിൽ ടോപ്പ് സ്കോർ ആയത് പാണ്ഡ്യ തന്നെയായിരുന്നു. ബാറ്റിംഗിലും ബൗളിംഗിലും പാണ്ഡ്യ മികച്ചു നിന്നു. അങ്ങനെ ഇന്ന് ഇന്ത്യ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബംഗ്ലാദേശ് സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. അവർക്കും നല്ലൊരു തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. എന്നാൽ 35 റൺസിൽ അവരുടെ ആദ്യത്തെ വിക്കറ്റ് പോയി. ഇന്ത്യയുടെ ബൗളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. 76 റൺസിൽ 3 വിക്കറ്റ് ബംഗ്ലാദേശിന് പോയി. ഒടുവിൽ ഇന്ത്യയുടെ റൺസ് മറികടക്കാൻ സാധിക്കാതെ ബംഗ്ലാദേശ് ഇപ്പോൾ തോറ്റിരിക്കുകയാണ്. ഇന്ത്യ അങ്ങനെ സൂപ്പർ എയ്റ്റിലെ രണ്ടാമത്തെ മാച്ചും ജയിച്ചിരിക്കുകയാണ്. ഇന്ത്യ സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.